തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ. ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിന്റെ സിസിടിവി ദൃശ്യം 24-ന് ലഭിച്ചു. അതേസമയം പ്രതിയുമായി കൊല്ലപ്പെട്ട ജീവനക്കാരന് ബില്ലിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നെന്ന് ബാറിലെ മറ്റൊരു ജീവനക്കാരൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് ഈ പ്രതി ഈ ബാറിൽ മദ്യപിക്കാൻ വന്നിരുന്നു മദ്യപിച്ചിട്ട് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ബില്ല് ചെയ്യാൻ തയ്യാറായില്ല. അതിന് ശേഷം വലിയ ഒരു ഒച്ചപ്പാടോ വഴക്കൊന്നും ഉണ്ടായില്ല. അത് തമ്മിൽ തീർത്ത് പറഞ്ഞു വിട്ടതാണ്. പക്ഷെ അതിനുശേഷം ഇയാൾ തിരിച്ചു വന്ന് ഈ സ്ഥാപനത്തിലെ പണിക്കാരോട് പ്രതികാരം ചെയ്യാമെന്നുള്ള ഒരു നിലപാടിൽ പോയി. അതിനുശേഷം ഈ പ്രതി ഒരു ബാറെല്ലാം നമ്മുടെ സ്ഥാപനം ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 11 ഇടയിൽ നമ്മുടെ ജീവനക്കാരൻ പുറത്തേക്ക് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ചായ കുടിച്ച് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോയതാണ്. ആ സമയം നോക്കിയാണ് ഈ മറിഞ്ഞിരുന്ന പ്രതി കത്തിയായിട്ട് ആക്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജെ, ഇപ്പോൾ ഒരാളിനെ കുത്തിക്കൊലപ്പെടുത്താൻ മാത്രമുള്ള ഒരു കാരണങ്ങളുമില്ല. അപ്പോൾ മദ്യലഹരിയിലായിരുന്നോ ഇയാൾ ഈ സംഭവം നടക്കുമ്പോഴും? തീർച്ചയായും ക്രിസ്റ്റീന, അതായത് ഒരു കാരണവും ഇല്ലാതെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ്. അത് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്നുള്ളതാണ് ബാർ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം. ഇന്നലെ ഈ പ്രതിയായിട്ടുള്ള സിജോ ബാറിൽ മദ്യപിക്കാൻ എത്തിയിരുന്നു. ഇതിനുശേഷം ആദ്യഘട്ടത്തിൽ ഈ ടച്ചിങ്സ് ഒക്കെ ചോദിച്ച് ചില തർക്കങ്ങൾ ഉണ്ടാക്കി. പിന്നീട് കൂടുതൽ മദ്യം ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള പണം നൽകാൻ സിജോ തയ്യാറായില്ല. ഇതോടുകൂടിയും അവിടെ ഒരു തർക്കം രൂപപ്പെടുകയും പിന്നീട് സിജോയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും എത്തി സിജോ വലിയ രീതിയിൽ ജീവനക്കാർക്ക് നേരെ പ്രകോപനപരമായി പെരുമാറ്റമൊക്കെ ഉണ്ടായി. അതായത് ജീവനക്കാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി. അവിടെ നിന്ന് പിന്നീട് സിജോ മടങ്ങുകയും ചെയ്തു. ഇതൊന്നും അറിയാതെയാണ് ഈ ഹേമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ 11 മണിക്ക് ശേഷം ഈ തൊട്ടടുത്ത ചായക്കടയിലെത്തി ചായ കുടിച്ച് ഒരു കുപ്പി വെള്ളവും കയ്യിൽ വാങ്ങി തിരിച്ച് ബാറിന്റെ ഗേറ്റ് അടച്ച് കയറാൻ തുടങ്ങുന്നത്. ആ സമയത്താണ് ഇരുട്ടിൽ മറഞ്ഞിരുന്ന സിജോ ഈ ജീവനക്കാരനടുത്തേക്ക് എത്തുകയും ഈ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് കത്തികൊണ്ട് സിജോ ഇയാളുടെ കഴുത്തിൽ കുത്തുകയുമായിരുന്നു. പിന്നീട് സമീപത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് അടക്കം ഹേമചന്ദ്രൻ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല. സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ പിന്നീട് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഹേമചന്ദ്രൻ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എരുമപ്പെട്ടി സ്വദേശിയാണ് ഈ മരിച്ച ഹേമചന്ദ്രൻ. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുതുക്കാട് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ച് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ക്രിസ്റ്റീന, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി.